നമസ്കാരം. നായകൻ, സഹനടൻ, വില്ലൻ തുടങ്ങിയ എല്ലാ വേഷങ്ങളും സിനിമയിൽ ആടിത്തിമർത്ത ബാല അടുത്തിടെ കോമഡിയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരുന്നു. കളവം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ ബാല തുടർന്ന് മലയാള സിനിമയിൽ സജീവമായി. മമ്മൂട്ടിയുടെ ബിഗ് ബിയിൽ അഭിനയിച്ചതോടെ ബാലയുടെ കരിയറിൽ വലിയ വഴിത്തിരിവുണ്ടായി. വർഷങ്ങൾ നീണ്ട കരിയറിൽ 40-ലധികം സിനിമകളിലാണ് ബാല അഭിനയിച്ചത്. സ്വന്തം നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ സ്വീകാര്യതയാണ് ബാലയ്ക്ക് മലയാള നാട് കൊടുത്തത്. സ്റ്റാർ സിംഗർ ഗസ്റ്റ് ജഡ്ജ് എന്ന ലേബലിലെത്തി. അമൃത എന്ന 18 വയസ്സുകാരിയെ പ്രണയിക്കുന്നു. പിന്നീട് വിവാഹത്തിന് തുല്യമായ നിശ്ചയ ചടങ്ങുകൾ, അതും തമിഴ് കേരള സ്റ്റൈലിൽ. തമിഴ്നാട്ടുകാരൻ നമ്മുടെ നാട്ടിലേക്ക് മരുമകനായി എത്തിയപ്പോൾ നിറഞ്ഞ മനസ്സോടെ മലയാളികൾ സ്വീകരിച്ചു. പിന്നീട് അത്യാഡംബരപൂർവ്വം വിവാഹ ചടങ്ങ് നടന്നു. കുറച്ചുനാൾ കരിയറിൽ നിന്നും മാറി നിന്ന അമൃത പിന്നീട് ബാലയുടെ തന്നെ ചിത്രമായ ഹിറ്റ് ലിസ്റ്റിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് കൂടിയെത്തി. വിവാഹത്തോടെ ഭാര്യമാരെ കലാരംഗത്ത് നിന്നും മാറ്റി നിർത്തുന്ന ഭർത്താക്കന്മാരെ പോലെയല്ല ബാല എന്ന് അറിഞ്ഞതോടെ വീണ്ടും കയ്യടി. ഇരുവർക്കും ഒരു മകൾ ജനിക്കുന്നു. അതും മലയാളിക്കര ആഘോഷമാക്കി. പിന്നീട് ആ ബന്ധം നിയമപരമായി അവസാനിപ്പിച്ച ശേഷമാണ് ഡോക്ടറായ എലിസബത്തും ബാലയുടെ ജീവിതത്തിലേക്ക് വന്നത്. എന്നാൽ പിന്നീട് വഴക്കി വെച്ച് അതും അവസാനിപ്പിക്കേണ്ടി വന്നു ബാലയ്ക്ക്. ഇപ്പോൾ സ്വന്തക്കാരിയെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്, മാമന്റെ മകൾ ഗോകുലയെ. ഇത് തന്റെ ലാസ്റ്റ് വിവാഹമാണെന്നും ഇനിയൊരു ജീവിതം മറ്റൊരാളുമായി ഉണ്ടാകില്ലെന്ന പ്രഖ്യാപനത്തോടെയാണ് പുതിയ ജീവിതത്തിലേക്കും ഇപ്പോൾ പുതിയ നാട്ടിലേക്കും ബാല ചേക്കേറിയത്. ബാലയുടെ വിവാഹവും വിവാദങ്ങളും എല്ലാം കുറെ കാലമായി സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമാണ്. 4ാം വിവാഹവും കേരളത്തിൽ വെച്ചായിരുന്നു. പിന്നാലെയാണ് കേരളം വിടുകയാണെന്ന് നടൻ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് താരം കേരളമല്ല കൊച്ചിയാണ് വിട്ടതെന്ന് വെളിപ്പെടുത്തുന്നത്. വൈക്കത്തേക്കാണ് താമസം മാറ്റിയിരിക്കുന്നത്. ബാലയുടെ പുതിയ വീടിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ വരുന്നത്. പുതിയ വീട് അതിമനോഹരമായ കായൽക്കരയിൽ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ആണ് ഒരുക്കിയത്. നിറയെ മരങ്ങളും പൂച്ചെടികളും ഒക്കെയായി സിനിമകളിലൊക്കെ കാണുന്ന ഒരു വീടിന്റെ ലുക്ക് എന്നാണ് ആരാധകൻ കുറിച്ചത്. സ്വപ്നസമാനമായ വീടിന്റെ മറ്റൊരു പ്രത്യേകത നീണ്ട ഇടനാഴിയും വൈകുന്നേരങ്ങളിൽ കായലിൽ നിന്നും വീശുന്ന നല്ല തണുത്ത കാറ്റ് ഏൽക്കാനായി പുൽത്തകിടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വിശ്രമ ഇടങ്ങളും മറ്റുമാണ്. ആർക്കും സ്വർഗം എന്ന് തോന്നിപ്പോകുന്ന അതിമനോഹരമായ വീടിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് നടൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടത്. അതേസമയം വിവാഹം കഴിഞ്ഞ് നാളുകൾ പിന്നിട്ടപ്പോഴേക്കും നടന്റെ മാറ്റം കണ്ട് അമ്പരക്കുകയാണ് ആരാധകർ. താരത്തിനോട് അവർ അതേക്കുറിച്ച് സംസാരിക്കുന്നതുമുണ്ട്. വന്നു കയറിയ പെണ്ണിന്റെ മിടുക്ക് തന്നെയാണ് ഇതെന്നും ആരാധകർ പറയുന്നു. കാരണം ബാലയോട് നിൽക്കേണ്ട ഒരു രീതിയുണ്ട്, അത് ഗോകുലയ്ക്ക് അറിയാം. പിടിച്ച പിടിയാലെ ഗോകുല നിന്നു, അല്ലെങ്കിൽ വന്നു കയറിയതിനു മുൻപേ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്നും ആരാധകർ കമന്റിൽ പറയുന്നു. ബാലയുടെ പെരുമാറ്റത്തിലും രൂപത്തിലും എല്ലാം വമ്പൻ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിയായ ഉറക്കം, ഭക്ഷണം, സമാധാനം എന്നൊക്കെയാണ് മാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ബാല നൽകിയ മറുപടി. അതേസമയം ഗോകുല ഒരു കടുത്ത ശിവഭക്ത കൂടിയാണ്. ആയതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെ ഏറ്റവും പേരുകേട്ട ക്ഷേത്രമായ വൈക്കത്തേക്ക് ബാല മാറിയതെന്നും സംസാരമുണ്ട്. വീട്ടിലെ ഒരു ചെറിയ ഇടത്തിലാണ് പൂജാമുറി. അവിടെയും ശിവനും പാർവതിയും മാത്രമാണ്. ഗോകുലയെ റാണിയാക്കി വാഴിക്കുമെന്നാണ് വിവാഹം കഴിഞ്ഞ വേളയിൽ ബാല പറഞ്ഞതും. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന രീതിയിലാണ് പുതിയ വീടും ചുറ്റുപാടുകളും ബാല ഗോകുലയ്ക്ക് വേണ്ടി സെറ്റ് ാക്കിയത്. അതേസമയം ബാലയുടെ പുതിയ സിനിമ വരുമെന്നും ഗോകുല പറഞ്ഞിരുന്നു. ബാലയുടെ ഒപ്പം നാളുകളായി ഗോകുല ഉണ്ട്. അതിന്റെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം ഗോകുല തന്റെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിരുന്നു. ബാലയുടെ ജീവിതത്തിലെ ഒരു ചെറിയ നിമിഷം വരെ ഗോകുല തന്റെ ഇൻസ്റ്റയിലൂടെ പങ്കിടുന്നുണ്ട്. മാത്രമല്ല അത്യാവശ്യം അപ്ഡേറ്റഡ് ആണ് ഗോകുല എന്ന് അവരുടെ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ്. ദൈവം ഞങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ബിഗ് ബി ബാലയായി ഞാൻ തിരിച്ചെത്തും. ഏറ്റവും മികച്ച ക്രിയേറ്ററായ ഷാലു കെ ജോർജിനും ഈ വീഡിയോ എടുത്തു തന്ന സഹോദര തുല്യനായ ഫോട്ടോഗ്രാഫർ ഷാലു പോയാട്ടിനും നന്ദി എന്നാണ് ബാല കുറിച്ചത്. ഞാൻ കൊച്ചി വിട്ടു, പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാല വീഡിയോ അന്ന് നേരത്തെ പങ്കുവച്ചിരുന്നത്. പുതിയ തുടക്കത്തിന് ആശംസകൾ അറിയിച്ച് ആരാധകരും എത്തിയിരുന്നു.